പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളവ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാ സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും
നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിന്റെ യാത്രയുടെ ലക്ഷ്യത്തെയും സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ചില രസങ്ങളുണ്ടാവും. ബൈബിളിൽ ഒരിക്കൽ പറയുന്നതിനോട് ദൈവം ചില സമയത്ത് നേരെ അതിൻ്റെ എതിര് പറയും. അപ്പോൾ കൺഫ്യൂഷൻ ആകണ്ട, തൻ്റെ ടൈമിൽ പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അപ്പൊ നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ആരെ വിളിക്കാനാണ്? പാപികളെ വിളിക്കാനാണ്. അപ്പം ഇത് ആണ് ഈശോയുടെ നിലപാട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ നിലപാട് മാറും. പാപികളെ വിളിക്കത്തില്ല. പാപം ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ പാപം ചെയ്തല്ലേ, പാപത്തിന് പരിഹാരം ഈശോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ അവസാനം പറയുവാണേ, ഇനി പാപം ചെയ്യാനുള്ള ആൾക്കാർ ചെയ്തോ, വ്യഭിചരിക്കേണ്ടവർക്ക് വ്യഭിചരിക്കാം, കക്കേണ്ടവർക്ക് കക്കാം, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും. വെളിപാട് 22 അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ. ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരു ദൂർത്തപത്തൊന്നും തിരിച്ചു വരണ്ട, അവിടെ തന്നെ കിടന്നാൽ മതി. ഒരു പ്രശ്നമൊന്നുമില്ല, പന്നിക്കൂടി തന്നെ കിടന്നാൽ. കുറച്ച് നാൾക്ക് വെളിപാടിൻ്റെ പുസ്തകം എഴുതുന്ന കാലത്ത് തന്നെ, എഴുതുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഈ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടാവ് എഫേസ്യർ 4:28 മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. അതായത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ബൈബിളാണ്. ഒരു ടൈം കഴിയുമ്പോൾ ആ ഓഫർ കഴിഞ്ഞ് പാപയ്ക്ക് കയറി വരാനും പാപക്ഷമ സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഓഫർ ടൈമുണ്ട്. ആ ഓഫർ ടൈം കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും സ്വീകരിക്കത്തില്ല. അതാണ് പറയുന്നത്, നീതി പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ. ഏറ്റവും രസം എന്ന് വെച്ചാൽ വെളിപാട് അടിപൊളി പുസ്തകമാണ്. വെളിപാട് പറയുന്നത് ഭീരുക്കൾ അവിശ്വാസികൾ. വെളിപാട് 21:8 എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ഞാനവർക്ക് ദുഃഖ വെള്ളിയാഴ്ച അവിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഭ. പക്ഷെ ബൈബിള് ഈ അവിശ്വാസികളെ കാണിക്കുന്നത് എന്താണ്? വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ദുരഭിമാനം കൊണ്ടും സ്വന്തം തന്നത്തെ അയാൾ തന്നെ ദൈവമായിട്ട് അയാൾ അംഗീകരിക്കുന്ന കാരണവും ഈ ഹ്യൂമനിസ്റ്റിൻ്റെയൊക്കെ പ്രശ്നം അതാണല്ല. വലിയ മാനവികതയൊക്കെ പറയുന്നതിൻ്റെ പേരിൽ എന്താണ്? താൻ തന്നെ ദൈവം എന്നുള്ളതാണ് വിഷയം, മനുഷ്യൻ തന്നെ ദൈവം. അപ്പം ആ ഒരു ഐഡിയയിലേക്കാണ് ഈ ഹ്യൂമനിസ്റ്റൊക്കെ പോണത്.
ഒരു ഉൾക്കൊണ്ട ഒരു കാര്യം ബൈബിൾ തന്നെ ഒന്നും ഉൾക്കൊള്ളില്ല. കാര്യം അതന്നെ അങ്ങനെ കണ്ടിരിക്കുന്നത് അവൻ ധൈര്യമില്ലാത്തവനാണ്. എന്താണ്? ദൈവത്തെ ഏറ്റു പറയണമെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ടാകണം. അവനപ്പോൾ ധൈര്യമില്ലാത്തവന് മനുഷ്യൻ്റെ മുമ്പിൽ ദുരഭിമാനം കൊണ്ട് വിശ്വാസം ഏറ്റു പറയാൻ പറ്റാത്തവൻ ആരാണ്? ഭീരുക്കളാണ്. ആ ഭീരുക്കൾ തന്നെയാണ് അവിശ്വാസികൾ. അവിശ്വാസികളുടെ റാങ്ക് എന്ന് പറയുന്നത് ആരുടെ റാങ്കാണ്? വ്യഭിചാരികളെ കൊലപാതകളെന്ന് പറഞ്ഞ റാങ്ക് കിടക്കണത്. അപ്പം അവിശ്വാസികൾ നെളിയേണ്ട ഒരു കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് അല്ല, അത് നിങ്ങളുടെ ശാപമാണത്. കാര്യം വിശ്വസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. പുറമെ 1:19 ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ച ക്രമീകരണത്തെ വെറുതെ നോക്കിയാൽ മതിയല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കുകയും ഈ വലിയ തടാകം പോലുള്ള മേഘങ്ങളല്ലേ ഈ നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്നത്, അത് അങ്ങനെ തന്നെ പൊത്തുവെന്നും പറഞ്ഞ് ഇപ്പോൾ വീഴുന്നത് കൊണ്ടല്ലേ നിലച്ചെറിയ സമയത്ത് മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകണം. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രവചനാതീതമായിട്ടുള്ള ഭവിഷ്യത്തുകളെന്നൊക്കെ പറയുന്നത് ഇനിയുള്ള കാലങ്ങളിൽ പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഓർക്കുകയെ ഈ തടാകം വലിയ തലക്ക് മുകളിൽ നിൽക്കുന്നത് എത്രയോ ടണ്ണായിരിക്കും, എത്രയോ കിലോമീറ്റർ ആയിരിക്കും. ആ മേഘങ്ങളെയൊക്കെ ആ വെള്ളക്കെട്ട്, അത് വെള്ളക്കെട്ടാണല്ലോ, ആ വെള്ളക്കെട്ടിനൊക്കെ അത് തലക്ക് മുകളിൽ കാറ്റിൽ പറക്കാവുന്ന ഒരു പരുവത്തിലാക്കി മേഘമാക്കി മാറ്റുന്ന പിന്നിലുള്ളൊരു ബുദ്ധിയില്ലേ, അത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതാണ് പൗരസഭ പറയണത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അറിയാവുന്ന എന്നാൽ ആ രീതിയിലാണ് ലോകത്തിൻ്റെ ഈ ക്രമീകരണം വച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ദുരഭിമാനം കൊണ്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പരിണാമവാദത്തെ ആൾക്കാർ പരിണാമവാദം നടക്കണമെന്നില്ലെന്നല്ല, സൃഷ്ടികൾക്ക് ശേഷങ്ങളിൽ പരിണാമം ഉണ്ടാവും. സൃഷ്ടമായിട്ടുണ്ട്, അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാമല്ലോ. സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പരിണാമങ്ങൾ സൃഷ്ടിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പരിണാമങ്ങളും ഉണ്ടാകും. പക്ഷെ പരിണാമം മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ അയുക്തി എന്തുണ്ട്? അപ്പോഴേ ഇതൊക്കെ മനുഷ്യർ സൂക്ഷിക്കുമ്പോൾ അവിശ്വാസികളെന്ന് പറയുന്ന ഒരു വർഗം ശരിക്കും പറഞ്ഞാൽ അത് യുക്തിസഹമല്ല. ശരിക്കും അതാണ് ബൈബിളിൻ്റെ ഒരു കണക്ക്. അവർ വിശ്വാസം ഏറ്റു പറയാൻ ഭീരുക്കളാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അവിശ്വാസികളെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം വിശ്വാസം ഏറ്റു പറയുന്നത് ധൈര്യമാണ്. തന്നെയല്ല ഈ നിരീശ്വര പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ച ആൾക്കാരെ പലരെയും കാണുക. പക്ഷേ ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതുമാത്രം രക്തസാക്ഷിയുടെ ഉള്ളത്. അവർക്കൊക്കെ അനുഭവങ്ങളില്ലാതിട്ടാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത് ആന്തരികമാണത്. ആ അനുഭവമുള്ള ആ ബോധ്യത്തിൽ തന്നെ അവർ ജീവിക്കും. അതിനെതിരെ അതിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ജീവനായും കൊടുക്കണത് അതിന് പകരം. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് ഭൂമി നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ അവസാനം അവസാനം വരെ ദൈവം ഇങ്ങനെ അനുതാപത്തിലേക്ക് പാപികളെ വിളിക്കുന്നുണ്ടെങ്കിലും അനുതാപത്തിൻ്റെ അവസരം നഷ്ടപ്പെടുന്നു. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. അവന് അവസരം ലഭിച്ചില്ലെന്ന്. അപ്പം അനുതാപം ഒരു അവസരമാണ്. അത് കാരണം ആ അവസരം ദൈവം തന്നിട്ട് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എൻ്റെ അനുതാപം സ്വീകാര്യമല്ലാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇനി അനീതി പ്രവർത്തിക്കുന്ന അനീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? തിന്മ ചെയ്യുന്ന തിന്മ ചെയ്യട്ടെ. അപ്പം ഈ അവസരം ഒരു നോമ്പ് കാലം ഒരു അവസരമാണ്. ഓരോ മനുഷ്യർക്കും ഇതുപോലെ ദൈവം ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അവസരം. ആ അവസരത്തെ തന്നെ അവനെ അനുദപിക്കണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അനുതാപം സ്വീകാര്യമായിരിക്കത്തില്ല. സ്വീകാര്യമായ സമയത്താണ് നമ്മുടെ അനുതാപം പോലും ദൈവം സ്വീകരിക്കുന്നത്. ബൈബിളിലെ 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നില്ലേ? ഇതാണ് സ്വീകാര്യമായ സമയം. 2 കൊരിന്ത്യർ 6:2 അവിടുന്ന് അരുൾ ചെയ്യുന്നു
സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ നോൻപ് കാലത്തിന്റെ അരൂപി മനസ്സിലായിക്കൊണ്ട് അനുതാപത്തിലേക്ക് വന്ന് ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മമാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻസി. ഞാൻ വരുന്നത് കരുവാറ്റയിൽ നിന്നാണ്. ഞാനൊരു മർത്തോമ ഇടവകമാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞതും എൻ്റെ കസിൻ വഴിയാണ്. അങ്ങനെ 2024 ഏപ്രിൽ 10 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ള ജീവിതം 2019 ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം 2 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങി. 2023 എൻ്റെ പഠനം പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ആദ്യ 4 മൊഡ്യൂളും എഴുതിയെങ്കിലും പക്ഷേ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഞാൻ 2 മൊഡ്യൂൾ വെച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് 4 മൊഡ്യൂളും പാസ്സാകാൻ കഴിഞ്ഞു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുർബാന കൊള്ളുകയും ചെയ്യുമെങ്കിലും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ഫുൾ മൊഡ്യൂളുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഇനി പെട്ടെന്ന് തന്നെ എനിക്ക് ജർമ്മനിയിലേക്ക് പോകാം എന്നൊരു മൈൻഡ് സെറ്റപ്പൊക്കെ ആയി. അതിനുശേഷം ഞാൻ ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂവും കോൺട്രാക്റ്റും ഒക്കെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു. അതിനുശേഷം എനിക്ക് ബഷീർഡ് വരാനായിട്ട് ലേറ്റായി. അന്നു മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും എനിക്കുണ്ടായത്. ഞാൻ കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കസിൻ വഴി എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടിയിലുള്ള എല്ലാ നിബന്ധനകളും എനിക്ക് പാലിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, പക്ഷേ ഈ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എനിക്ക് ചെയ്യാനായിട്ട് കഴിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കാര്യം നടക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. 1.5 മാസം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ എല്ലാ മാസവും ഞാൻ ജർമ്മൻ ഗവൺമെൻറ്റിൽ ഞാൻ മെയിൽ അയക്കുമായിരുന്നു എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് എന്തായെന്ന് അറിയാനായിട്ട്. പക്ഷെ പലപ്പോഴും നെഗറ്റീവ് മാത്രമേ വരാറുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ അയച്ചപ്പോൾ അവരെനിക്ക് റിപ്ലൈ തന്നു, ഇനി അൺനെസസറി ആയിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമെന്ന് പറഞ്ഞു, ഫീസും ഈടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വളരെയധികം വിഷമമായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് മുതലേ എല്ലാവരും ചോദ്യം വന്നു, എപ്പോഴാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. അതുമാത്രമല്ല, ഇത്രയും ഡിലേ വന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറ്റപ്പെടുത്തലും എനിക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും എനിക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഒരിക്കൽ എൻ്റെ ഉടമ്പടി ഞാൻ ഉഴപ്പിയായിരുന്നു. ഇനി ഉടമ്പടി എടുത്തിട്ട് പോലും ഇങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ വളരെയധികം വിഷമിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി സാക്ഷ്യം കാണാനായിട്ട് ഒരുങ്ങി. ഒരിക്കൽ ഞാൻ ഒരു ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അത് സ്പർശിച്ചു. ഞാൻ കൂടുതലും അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലായി, എനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിനൊരു ധൈര്യമൊക്കെ വന്നു. ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മമാതാവ് ഈശോ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ തരുന്നത് എനിക്ക് മനസ്സിലായി. കൂടുതൽ അടുക്കുവാനായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ വീണ്ടും പുതുക്കുകയും ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പരിശുദ്ധ അമ്മമാതാവ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിഷമിക്കുമ്പോഴും മാനസികമായിട്ട് തളരുമ്പോഴും ഞാൻ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ ഇവിടുത്തെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം എൻ്റെ പരിശുദ്ധ അമ്മമാതാവ് ഈശോയും വലിയ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നത്. പരിശുദ്ധ അമ്മമാതാവ് വഴി എനിക്ക് പുതിയൊരു ഏജൻസിയിൽ എൻ്റെ പ്രോസസ്സിങ് കൊടുക്കാനായിട്ട് സാധിച്ചു. എനിക്ക് ഈ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം 8 മാസം അല്ലെങ്കിൽ ഒരു 1 year ഒക്കെ എടുക്കും. അപ്പോൾ അതുവരെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് ഒരു ജോലി വേണമായിരുന്നു. എനിക്ക് എഡ്യൂക്കേഷൻ ലോണുണ്ട്. സാമ്പത്തികമായി എൻ്റെ കുടുംബം പിന്നോക്കമാണ്. അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു.
പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്കൊരു ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും അതിൻ്റെ സൈഡായിട്ട് തന്നെ എൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജോലിയിൽ പ്രവേശിച്ച ശേഷം എനിക്ക് ഉടമ്പടിയിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പ്രാർത്ഥിക്കും. അതുകൂടാതെ തന്നെ ഏറ്റവും ചെയ്തുകൊണ്ടിരുന്നത് മുടങ്ങാതെ തന്നെ ഞാൻ 90 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കുമായിരുന്നു. അങ്ങനെ ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ പേപ്പറുകൾ എല്ലാം വന്നുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ എനിക്ക് ഒക്ടോബർ 27 തീയതി VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിന് മുന്നേ വീണ്ടും എനിക്ക് അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. എൻ്റെ ഓടൊപ്പം തന്നെ 2 കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് വെച്ചത്. ആ സമയം അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ അന്നേരം ഒരു VFS അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടി എന്ന ചെറിയൊരു അഹങ്കാരമൊക്കെ എനിക്ക് വന്നു. ഇനിയെല്ലാം പെട്ടെന്ന് ഇനി വിസ അടിക്കുക പോകുക എന്നൊരു മൈൻഡൊക്കെ ആയി. അങ്ങനെ ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ വിസ ഡിസ്പാച്ച് ആകുന്നില്ല. എൻ്റെ കൂട്ടുകാർക്കൊക്കെ വിസ ഡിസ്പാച്ചായി, വിസ സ്റ്റാമ്പ് ചെയ്തു. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒരു അനക്കവും ഇല്ലായിരുന്നു. വീണ്ടും ഞാൻ വിഷമിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്താണ് മാതാവേ എൻ്റെ മാത്രം വരാത്തത്? അങ്ങനെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ഉടമ്പടി പത്രം. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയില്ലായിരുന്നു. അങ്ങനെ ഡിസംബർ 8 തീയതി കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു. പക്ഷേ എൻ്റെ വിസ റിജക്റ്റ് ആയിരുന്നു. കാരണം ഓൾറെഡി 2 വർഷം കഴിഞ്ഞു, എൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് റിജക്ഷൻ വന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിയില്ല. ഞാൻ ഒരു ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ടും ഞാൻ ആ സമയത്ത് VFSൽ പോകുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എനിക്ക് ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിസ റിജക്റ്റ് ആയത്. എനിക്കറിയാം. ഞാനിത് വീട്ടിൽ പറഞ്ഞു. പക്ഷെ വീട്ടിൽ ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം കടയിടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത്. പൈസ കൊടുത്തു എല്ലാം. അപ്പോൾ ഇനി മുടക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഒരുപാട് കുറ്റം പറഞ്ഞു. ഇനി ഒന്നും റീസബ്മിഷന് വേണ്ടിയിട്ട് ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ജോലിയില്ല. അന്നേരം എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് എന്ത് വന്നാലും ജനുവരി 1 വീക്കിൽ തന്നെ 2026 ജനുവരി 1 വീക്കിൽ തന്നെ എനിക്ക് വിസ റീസബ്മിഷൻ ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഫെബ്രുവരി 11 എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സ്പയറി ആവുകയാണ്. അതിന് മുന്നായിട്ട് എൻ്റെ വിസ ഡിസ്പാച്ച് ചെയ്ത് എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യണം. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് 1 വീക്കിൽ ഡേറ്റ് തരാൻ പ്രാർത്ഥിച്ചുവെങ്കിലും മാതാവ് എനിക്ക് 19 തീയതിയാണ് തന്നത്. ഞാൻ മാതാവിന് ഒരുപാട് കുറ്റം പറഞ്ഞു. കാരണം 19 തീയതി തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? കാരണം വിസ വരാനായിട്ട് 1 മാസം എടുക്കും. ഈ 11 തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് റിജക്ഷനേ വരത്തുള്ളൂ. കാരണം എൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയറി ആവുകയാണ്. എന്നാലും ഞാൻ മാതാവിനെ മുറുക്കി പിടിച്ച് കൊന്ത ചൊല്ലി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 19 തീയതി VFS അപ്പോയിൻമെൻറ്റ് എനിക്ക് ലഭിച്ചു. അന്നേ ദിവസം എനിക്ക് പോകുവാനായിട്ട് പൈസയില്ല. VFSൽ ഒരു 12,000 രൂപ എറൗണ്ട് അടയ്ക്കണമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് എനിക്കിത് ലഭിക്കില്ല. ഞാൻ പലരോടും ചോദിച്ചു, ആരും എനിക്ക് തന്നില്ല. കൂട്ടുകാരോട് ചോദിച്ചു, എല്ലാവരും നോക്കട്ടെ, പറയാം എന്നൊക്കെ പറഞ്ഞുള്ളൂ. തരാമെന്ന് പറഞ്ഞ വ്യക്തി പോലും ആ സമയത്ത് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. വണ്ടിക്കൂലിക്കുള്ള കാശ് മാത്രം എൻ്റെ കയ്യിലുള്ളായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് ദൈവത്തെയും പരിശുദ്ധ അമ്മമാതാവിനെയും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ VFSന് പോകാൻ വേണ്ടി ഒരുങ്ങി. എൻ്റെ അക്കൗണ്ടിൽ വെറും 0 ബാലൻസ് മാത്രമേ ഉള്ളൂ. VFSന് അടയ്ക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് 7ാമത്തെ പേജിൽ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഇതിൽ തന്നെ എനിക്ക് അമ്മമാതാവ് വിസ അടിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ 19 തീയതി വെളുപ്പിനെ 4:30 എറണാകുളത്തേക്ക് ബസ് കയറി. ഈ വഴിയാണ് പാസ് ചെയ്തത്. അപ്പം കൃപാസന മാതാവിൻ്റെ പള്ളി അവിടെ ആയപ്പോഴും ഞാൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? VFSൽ എനിക്ക് പൈസ അടയ്ക്കണം. എല്ലാവരോടും ചോദിച്ചിട്ട് ആരും തന്നില്ല. എനിക്ക് എന്തായാലും VFSൽ പോയി കടം പറയാൻ എനിക്ക് പറ്റില്ല. അപ്പം മാതാവ് എനിക്കിത് പൈസ തന്നേ പറ്റുള്ളൂ. ആ സമയം 5:30 ആയപ്പോൾ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് രാവിലെ 7 മണിയാവുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് 12,000 രൂപ അമ്മ മാതാവ് എനിക്ക് തരണം. വേറെ വഴിയില്ല. ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? എനിക്കറിയില്ല. അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ 7 മണിയായപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ്
എൻ്റെ അക്കൗണ്ടിലേക്ക് 12,000 രൂപ എനിക്ക് തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഞാൻ VFSലേക്ക് കയറി. ആ സമയത്ത് ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും അതെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിൽ സമർപ്പിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ ഒരു മുടക്കം കൂടാതെ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഞാൻ അന്നേരവും പ്രാർത്ഥിക്കും, മാതാവേ 11-ാം തീയതിക്ക് മുമ്പ്, ഫെബ്രുവരി 11-ന് മുമ്പ് തന്നെ എൻ്റെ വിസ എനിക്ക് തരണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, എനിക്ക് റിജക്ഷൻ വരും എന്നൊക്കെ ഞാൻ മാതാവിനോട് പറയും. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും 7 ദിവസം, ഒരു ദിവസം 7 പ്രാവശ്യം ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ അമ്മയോട് പറയും, അമ്മയെ കാണുന്നതിന് മുമ്പേ ഈശോ എനിക്ക് എൻ്റെ ജർമ്മൻ സർട്ടിഫിക്കറ്റ് തന്നു. പക്ഷേ ജർമ്മനി പോകാനുള്ള വിസയും ടിക്കറ്റും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് ലഭിക്കണം. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. വെറും ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വിസ എനിക്ക് മെയിൽ വന്നു. എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് എനിക്ക് കിട്ടി. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്, വീട്ടുകാരുൾപ്പെടെ. ഒത്തിരി മാനസികമായിട്ട് ഞാൻ തളർന്നിട്ടുമുണ്ട്. ഒത്തിരി നന്ദി പറയാണ് ഈശോയ്ക്കും മാതാവിനോടും. അതിനുശേഷം എനിക്ക് ടിക്കറ്റ് ലഭിക്കാനായിട്ട് ഞാൻ ഫെബ്രുവരി 23-ന് തന്നെ എനിക്ക് 25-ാം തീയതി എനിക്ക് ടിക്കറ്റ് മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് എനിക്ക് 23-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ഈശോയും എനിക്ക് ടിക്കറ്റ്, ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് ദേഹസംബന്ധമായ അസുഖങ്ങൾ വരുമ്പം ഒക്കെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച്, തൈലം ഉപയോഗിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സൗഖ്യപ്പെടും. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് മാതാവ് ഈശോയും വഴി ലഭിച്ച അനുഗ്രഹം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ചൊവ്വാഴ്ചയിലുള്ള ഉടമ്പടി ധ്യാനം, ഈശോയുടെയും മാതാവിൻ്റെയൊക്കെ ഓരോ വീഡിയോസ്, വചനങ്ങൾ, ഇതൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുമായിരുന്നു. സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും. അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഉടമ്പടി വഴി എനിക്ക് ആത്മീയ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹം, എനിക്ക് വചനങ്ങൾ, എനിക്ക് നേരത്തെ വലിയ വചനങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ബൈബിൾ ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങിയതും വചനങ്ങൾ എനിക്ക് പറയാനും ഒക്കെ സാധിച്ചത്. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പം ഏകദേശം കുറച്ചൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനൊക്കെ എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്ത് തകർച്ച വന്നാലും എൻ്റെ ഈശോ എന്നെ കൈപിടിച്ചുയർത്തും. വേദനയിൽ ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണീര് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് തുടയ്ക്കുന്നതിന് ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ട്. ഇതാണ് എനിക്ക് എൻ്റെ പരിശുദ്ധ മാതാവും ഈശോയും വഴി ലഭിച്ച അനുഗ്രഹം. നന്ദി. കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വചനങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ജീവിക്കുന്നവരാവാം. കഴിഞ്ഞ പരാജയങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, ഇൻ്റർവ്യൂവിൽ ഫെയിലായത്, പരീക്ഷയിൽ പാസ്സാവാൻ സാധിക്കാത്തത്, ജോലി നഷ്ടങ്ങൾ, എന്തുമാവട്ടെ, ജീവിതം സ്റ്റക്കായി പോകുന്ന നിമിഷങ്ങളിൽ, ഇനി ഒന്നും മുന്നോട്ട് പോകാനില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. പെർഹാപ്സ് നിശബ്ദനായി ദൈവം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. നിശബ്ദതയിലൂടെ പലപ്പോഴും നമുക്ക് ഉത്തരം അറിയാത്ത നിമിഷങ്ങളിൽ ആ നിശബ്ദതയിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്നത്തെ പ്രതീക്ഷകളെ തടയാതെ എനിക്കിനി ഒന്നും നടക്കാനില്ല, ചെയ്യാനില്ല എന്ന് കരുതുമ്പോൾ വചനത്തിലൂടെ ദൈവം പറയുന്നത്, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്നാണ്. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളുണ്ടാക്കുന്ന ദൈവമാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെട്ട്, ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടവരാവാം, ഇൻ്റർവ്യൂവിൽ ഫെയിലാവാം,
ഈ ഏത് അവസ്ഥയിലുമാവാം പുതിയ വഴിയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ ജീവിതത്തിലും എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എങ്ങോട്ട് എന്ന് തോന്നുന്ന നിമിഷത്തിൽ പുതിയ വഴി തുറന്നു തരുന്നത് പരിശുദ്ധ അമ്മയാണ്. ദീർഘകാല രോഗമാണെങ്കിലും, ജോലിയില്ലായ്മയാണെങ്കിലും, തകർന്ന വിവാഹ ബന്ധമാണെങ്കിലും, എന്തു തന്നെ ആയാലും ഒരു പുത്തൻ പ്രതീക്ഷയിലേക്ക് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ആത്മീയമായി വരേണ്ട ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ജീവജലത്തിൻ്റെ നദിയാകുന്ന ഈശോയിലേക്ക് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ ഓരോരുത്തരെ നയിക്കുന്നതെന്ന് നമുക്കും വിശ്വസിക്കാം. റിൻസി സാബുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ കോട്ടപ്പുറം രൂപത ക്രിസ്തുരാജ ദേവാലയ അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 5-ാം തീയതിയാണ്. ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മകളും മരുമകനും വിദേശത്തായിരുന്നു. അവരുടെ കുട്ടികളെ എൻ്റെ അടുത്താക്കിയിട്ടാണ് അവർ പോയിരുന്നത്. 2021 മാർച്ച് 24-ാം തീയതി എൻ്റെ മോള് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ് കടിയേറ്റ് മരിച്ചു. അതറിഞ്ഞിട്ടാണ് എൻ്റെ മോള് വെറ്റിലിൽ നിന്ന് വരണത്. ഞങ്ങളാകെ മരണത്തിൻ്റെ വക്കീലേക്ക് 1 വർഷക്കാലം ഡിപ്രഷൻ മോഡലിൽ ഇങ്ങനെ നടന്നു. അതിനുശേഷം യൂട്യൂബിൽ കൂടി കേട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ അവളും കെട്ടിച്ചാൻ അവളും ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവളും ഉടമ്പടി എടുത്ത് 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാനുള്ള, അവൾക്ക് മൂത്ത കൊച്ചിന് പോകാനുള്ള വിസ ശരിയായി. അവളും മൂത്ത കൊച്ചും അവൻ്റെ അടുത്തേക്ക് പോയി. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് അവനുള്ള കാര്യങ്ങൾ അവൾ പറയും. എൻ്റെ പേര് ലയ, ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്. എൻ്റെ ഇടവക തൃശ്ശൂർ ജില്ലയിലെ കുണ്ടൂർ ആലമറ്റം മേരി ഇമാക്കുലേറ്റ് ചർച്ചാണ്. എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ ഞങ്ങളുടെ മകളാണ് 2021 മാർച്ച് 24-ാം തീയതി പാമ്പ് കടിയേറ്റ് മരിച്ച്. അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നത്. അതിനുശേഷം ഒരു കുട്ടിക്ക് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ വിസ, എൻ്റെയും എൻ്റെ മൂത്ത മകൻ്റെയും വിസ ശരിയായി. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു HSCയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു, PSC. അപ്പോൾ PSC എക്സാം എഴുതുമ്പോൾ അച്ഛനെ കാണാനൊരവസരം കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നു. PSCയുടെ എക്സാമിൻ്റെ പേപ്പർ കാണിച്ചു. അച്ഛനോട് PSCയുടെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ജീവിതത്തിലെ കാര്യവും അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്ക് PSC വേണോ അതോ കുട്ടിയെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെയാണ് വേണ്ടത്, PSC അല്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, 9 മാസം എല്ലാം ശരിയാകും, നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. 2024 ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ വിദേശത്തായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ റെഗുലറായിട്ട് ചെക്കപ്പിന് പോയി. 5-ാം മാസം ചെക്കപ്പ് കഴിഞ്ഞു. എല്ലാം നോർമലാണ്, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് 6-ാം മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ നോർമലായിട്ടുള്ള ചെക്കപ്പിനാണ് ചെന്നേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട് സ്കാനിങ്ങിൽ, അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാം, അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു സ്കാൻ എടുത്തിട്ട് വരണം, എന്നാലും അടുത്തത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്തു. അതിനൊപ്പം തന്നെ ഞാൻ അവിടെ ആയതുകൊണ്ട് അമ്മച്ചനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി അമ്മച്ചാണ് ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ അമ്മച്ചിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്, അതുകൊണ്ട് അമ്മച്ചി എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോയി കാര്യം പറയാൻ പറഞ്ഞു. അമ്മച്ചി അവിടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് അയച്ചു കൊടുത്തു, മുമ്പത്തെ എല്ലാനും. അതിവിടെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അച്ഛനെയാണ് കണ്ടത്, ഒരു സിസ്റ്ററേയും കണ്ടു. പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടാവില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, സ്കാനിങ്ങിലെല്ലാം നോർമലായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ആദ്യം ചെയ്ത ഡോക്ടർക്ക് എന്തോ തെറ്റ് പറ്റിയതാണ്, സ്കാനിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് 34 ആഴ്ചയായപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലീക്കാവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 35 ആഴ്ചയാകാതെ സിസേറിയനോ നോർമലോ ഒന്നും അവർ ചെയ്യില്ല, 35 ആഴ്ച ആവണ വരെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും, അതിനിവിടെ അഡ്മിറ്റ് ചെയ്യാം, അതല്ലാതെ നമുക്കൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല, കൊച്ചിനാകെ 2 കിലോ താഴെ വെയിറ്റ് ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെയാണെങ്കിൽ എന്നെ മാത്രമേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ, ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തില്ല. മൂത്ത കുട്ടിയുള്ളത് കൊണ്ടും ഹസ്ബൻഡിന് ഏതു നേരം വരാനും പറ്റില്ല, കാരണം അവനെ ഹോസ്പിറ്റലിൽ കയറ്റില്ല. ആ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു.
നമ്മളുടെ ഇവിടുത്തെ പോലെ ഫ്ലൂയിഡ് ലീക്കാവുമ്പോൾ കട്ടിൽ പൊക്കിയിടുക അതൊന്നുമില്ല. നോർമൽ രീതിയിൽ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ പോകണം, കൊച്ചിൻ്റെ മൂവ്മെൻ്റ് എടുക്കാൻ ഞാൻ തന്നെ നടന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകണം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഫ്ലൂയിഡ് ലീക്കായി എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടാതായി തുടങ്ങി. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഗൈനക്കോളജിനോട് പറഞ്ഞു, എനിക്ക് കൊച്ചിൻ്റെ അനക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, ഇയാളുടെ ടെൻഷനാണ്, പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും എല്ലാ ദിവസവും ഞാൻ വരുന്ന നഴ്സുമാരോടും ഡോക്ടർമാരോടും പറയും അനക്കം കിട്ടുന്നില്ല. ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയും, നീ ഡോക്ടറോട് പറ, വെച്ചുകൊണ്ടിരിക്കില്ലേ, അനക്കം കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ നേഴ്സാണ്, ആളും പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് പറ, പറ്റിയില്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് നമുക്ക് കുട്ടീനെ എടുക്കാം, റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സ് പറയും 35 ആഴ്ച ആവാതെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ മോണിറ്റർ ചെയ്യും, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ എന്ന് നോക്കും, അത് മാത്രമേ ചെയ്യത്തുള്ളൂ, നീ ഇയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊരു ഫോട്ടോ എടുത്തിട്ട് അമ്മച്ചി പറഞ്ഞു എനിക്ക് അയച്ചതായോ, ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു അമ്മച്ചു. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്ത് അമ്മച്ചിക്ക് അയച്ചു കൊടുത്തു. അമ്മച്ചി അന്ന് ഇവിടെ വന്നു, രാവിലെ ഓഗസ്റ്റ് 3 ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, കാണിച്ചു കൊടുത്തു, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു പേടിക്കണ്ട, ഒക്കെ ഓക്കെ ആവും, ഇന്നെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ഫ്ലൂയിഡ് ലീക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത ഗൈനക്കോളജിസ്റ്റ് അന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരു പ്രാവശ്യം സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഫ്ലൂയിഡ് കംപ്ലീറ്റ് പോയി, അതുകൊണ്ടാണ് തനിക്കിപ്പോൾ കുട്ടിയുടെ മൂവ്മെൻ്റ് ഒന്നും കിട്ടാതെ, അല്ലാതെ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, താൻ വന്നപ്പോൾ കുട്ടിയുടെ ഹെഡ് താഴെയായിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ച് തിരിഞ്ഞു, കാല് താഴെയാണ്, മുൻപത്തെ 2 ഡെലിവറി രണ്ടും നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടിയും ഇത് 99% സിസേറിയനെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊച്ചിനെ തിരിച്ചിട്ടിട്ട് എടുക്കാൻ പറ്റുന്നതുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലൂയിഡ് ഇല്ലാത്തതുകൊണ്ട് സിസേറിയൻ എന്നല്ലാതെ വേറൊരു മാർഗ്ഗം അതിനകത്തില്ല, നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നമുക്ക് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം, താൻ പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരു നേഴ്സിനെ വിട്ടിട്ട് പറഞ്ഞു ആ കുട്ടീനോട് നേഴ്സ് ഭക്ഷണം കഴിക്കില്ലെന്ന് പറയാൻ നമുക്ക് എമർജൻസി ആയിട്ടൊരു C-സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല നേഴ്സ്, ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അന്ന് അതിനൊരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, നമുക്കന്നാൽ വെളുപ്പിന് ചെയ്യാം, ഇപ്പോൾ ഉള്ള ഗൈനക്കോളജിസ്റ്റ് പോയിട്ട് വെളുപ്പിനത്തെ ഗൈനക്കോളജിസ്റ്റ് വരുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്കത് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ റൂമിലാക്കി. അവർ വന്ന് എല്ലായ്പ്പോഴും മോണിറ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ചെറിയ ഒരു 11 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് പെയിൻ വരുന്നുണ്ട്, അന്നു പറഞ്ഞ് നമുക്ക് നടന്നു പോയിട്ട് എങ്ങനെയാണ് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞില്ല ഓപ്പണിംഗ് ആയിട്ടില്ല, തനിക്ക് സിസേറിയനേ ആവുള്ളൂ, നോർമൽ ആവില്ല, കൊച്ച് തിരിഞ്ഞാൽ കിടക്കുന്നത്, താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. തിരിച്ചെന്നെ റൂമിലാക്കി. ഞാൻ അവിടെ ഇരുന്ന് ഓരോ വേദന കൂടുമ്പോൾ ഞാൻ നേഴ്സുമാരെ വിളിക്കും, അവർ നോക്കിയിട്ട് പറയും, മോണിറ്റർ ചെയ്തിട്ട് പറയും കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റാണ്, പെയിൻ ആയിട്ടില്ല, ഇയാൾക്ക് തോന്നുന്നതാണ്, ഇവിടെ കിടന്നോ വെളുപ്പിന് ചെയ്യാമെന്ന് പറയും. 11:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ വന്നപ്പോൾ ഞാൻ അടുപ്പിച്ച് കുറേ പ്രാവശ്യം ബെല്ലടിച്ചപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് നടന്നു പോയി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് അവിടെ ചെന്ന് ഞാൻ അവർ നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഓപ്പണിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് പെയിൻ കൂടുകയും ഇവൻ്റെ കാല് പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ സ്ട്രെച്ചറിലിട്ട് കൊച്ചിനെയും കൊണ്ട് ലിഫ്റ്റ് കയറി അവിടെ ചെന്ന് 11:35 ആയപ്പോഴാണ് ഞാൻ നടന്ന് ഓപ്പണിംഗ് ആയോ എന്ന് നോക്കാൻ പോയത്. 11:45 ആയപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. 2 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഹോസ്പിറ്റലിൽ ഇൻക്യുബേറ്ററിൽ ഇടണമെന്ന് പറഞ്ഞു. 2 കിലോ ഉള്ളൂ, 35 ആഴ്ച ആവുന്നുള്ളൂ, ഇൻക്യുബേറ്ററിൽ ഇടണം, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടു. അമ്മയ്ക്ക് ഇവിടെ ഡെലിവറി കഴിഞ്ഞ നോർമൽ ഡെലിവറി ആണെങ്കിൽ 1 ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാം, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി വന്ന് കൊച്ചിന് പാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ താമസിക്കുന്ന വീടും ഹോസ്പിറ്റലും തമ്മിൽ 1 മണിക്കൂർ യാത്രയുണ്ട്. എല്ലാ ദിവസവും പോയി വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് അവർ ഹോസ്പിറ്റലുകാർ തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊരു റൂം റെഡിയാക്കി തന്നു. ഞാനും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവിടെ നിന്നു. കൊച്ചിന് പാല് കൊടുത്തു. അധിക ദിവസങ്ങൾ കിടക്കാതെ തന്നെ മാതാവ് എല്ലാം പെട്ടെന്ന് അവൻ്റെ വെയിറ്റ് കൂടി, പാല് വലിച്ചു കുടിക്കാൻ തുടങ്ങി, എല്ലാം നോർമലായി. പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൽ ഓഗസ്റ്റ് 15 മുൻപ് തിരിച്ച് വീട്ടിലെത്താനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു.
ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് സിസേറിയനാണ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്, രാവിലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഈ സമയമായില്ല, വലിയ കോംപ്ലിക്കേഷനും വരാൻ വഴിയില്ല, മോള് പോയി ഇനി ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് ഒരാപ്പിളേ കഴിച്ചുള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല, അധികമൊന്നും കഴിച്ചില്ല. പക്ഷെ അത് കഴിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ ഇനി 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അന്നേരത്ത് മാതാവായിട്ടായിരിക്കാം എന്നെ കൊണ്ട് ആപ്പിൾ കഴിക്കാൻ തോന്നിയത്. ആ ആപ്പിൾ ഞാൻ കഴിച്ചില്ലായിരുന്നെങ്കിൽ അവർ എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യാനാണ് നിന്നിരുന്നത്. അതില്ലാതിരിക്കാൻ ആ ഒരു ആപ്പിൾ കഴിച്ചതുകൊണ്ട് മാത്രം അമ്മ മാതാവ് അതെനിക്കൊരു എത്രയും പെട്ടെന്ന് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഡോക്ടേഴ്സ് 99% സിസേറിയൻ പറഞ്ഞിരുന്ന ഒരു കാര്യം നോർമൽ ഡെലിവറിയിലൂടെ എനിക്കെൻ്റെ മകനെ തന്നു. ഒരുപാട് നന്ദി അമ്മ മാതാവിന്. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിയോളിൽ പോയി ഭക്ഷണത്തിന് പൈസ കൊടുക്കും. എല്ലാ ആഴ്ചയും എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് കൊടുക്കും. പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് മരുന്നിന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും. എല്ലാ 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. ആത്മീയമായിട്ട് ഈ ഒരു കാരണത്താൽ ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിലേക്ക് അടുത്തു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ മൂത്ത മോന് നല്ലൊരു ജോലി മാറിക്കിട്ടാൻ വേണ്ടി കൊടുത്തു, അത് കിട്ടി. മാതാവ് തന്നു. ഇളയ മോന് ജോലി കിട്ടി, മരുമകൾക്ക് ജോലി, എല്ലാ കാര്യങ്ങളും ചോദിച്ചതിലപ്പുറം ഒരു പൂ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു കുഞ്ഞിനെയാണ് ചോദിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് തന്നപ്പോൾ കുഞ്ഞിനെയും തന്നു, എല്ലാം ഒന്നിച്ചു തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു. ആത്മീയ ജീവിതം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, ദൈവത്തോട് കൂടുതൽ അടുക്കാനും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും, യൂട്യൂബിലെ ധ്യാനങ്ങൾ കേൾക്കും, ധ്യാനങ്ങൾ കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും. അതാണിപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും വീട്ടിൽ ചെയ്തും കൊണ്ടിരിക്കുന്നത്. മൊബൈൽ വെച്ച് കുത്തിരുന്ന് കാണലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവകുമാരനും പരിശുദ്ധമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപൂർണ്ണമാക്കാൻ മാതാവ് എന്നെയും ഇവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞു. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എനിക്ക് രൂപം അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തന 139 16 വചനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ കൈവശമുള്ള ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ വിജയം ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നാണ്. നമുക്ക് നമ്മുടെ വഴി കാണുന്നില്ല എന്ന് തോന്നുമ്പോഴും ദൈവം നമ്മുടെ ജീവിതം കാണുന്നുണ്ട് എന്നുള്ള ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നീ ഒരുപക്ഷെ അറിയപ്പെടാത്തവനാവാം, വില കുറഞ്ഞവനാവാം, പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കൂടി മുന്നോട്ട് പോകാൻ കഴിയാതെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് തിരിഞ്ഞു നിൽക്കുന്നവനാവാം. നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ശ്രദ്ധയിലുണ്ടെന്നാണ് ഇന്നത്തെ വചനം പറയുന്നത്. അനിശ്ചിതത്വത്തിനിടയിൽ ഉറപ്പ് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ ശരിക്കും പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെയാണ് ദൈവം നമ്മെ കാണുന്നുണ്ടെന്നുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ലിയ ജോസും അമ്മയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കുട്ടി, ഇവർ ജോലി എന്ന വിദേശത്താണ്. ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് ഇവരുടെ താമസം. പാമ്പ് കടിച്ചാണ് രണ്ടാമത്തെ മകൾ മരിച്ചത്. ആ മരണശേഷം ഇവർ വളരെ പ്രയാസപ്പെട്ടു, സങ്കടപ്പെട്ടു. ഒത്തിരി തകർന്ന ആ നിമിഷങ്ങളിലാണ് ഈ അമ്മയും ഈ മകളും ഇവിടെ വന്ന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പുതിയ ഒരു ഉടമ്പടി എടുക്കുകയും നല്ലൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മകള് ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തപ്പോൾ ഈ മകൾക്ക് നിയമപ്രകാരം നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സ് വേണം. ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതിനാൽ PSC എക്സാമാണ് ഈ മകൾ പറഞ്ഞത്. PSC എക്സാമിന് കാണാനായിട്ട് അച്ഛനെ കാണുവാനുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് ഇവിടെ വന്നത്.
അച്ഛനെ കണ്ടപ്പോൾ ഈ മകള് പ്രാർത്ഥനയോടൊപ്പം അച്ഛനോട് പറഞ്ഞത് എനിക്കൊരു കുട്ടിയെ വേണമെന്നും കൂടിയായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചത്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ചോദിച്ചത്, മകളെ നിനക്ക് PSC വേണോ അതോ കൊച്ചിനെ വേണമോ എന്ന്. ഈ മകൾ പറഞ്ഞത് എനിക്കൊരു കുട്ടിയെ വേണമെന്നാണ്. വീണ്ടും അച്ഛൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതിന് ശേഷം പറഞ്ഞു 9 മാസത്തിനകം എല്ലാം ശരിയാകുമെന്ന്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് പ്രകാരം തന്നെ ഈ മകൾ പ്രഗ്നൻ്റ് ആവുകയും പിന്നീടുള്ള പ്രഗ്നൻസി പീരീഡിലുള്ള എല്ലാ ഡിഫിക്കൽട്ടീസും എല്ലാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഈ മകൾ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. എങ്കിലും ഓരോ ആഴ്ചയിലും ഓരോ സ്കാനിങ്ങിന് പറഞ്ഞത് പ്രകാരം 34-ാം ആഴ്ചയിൽ വെള്ളം ലീക്കായിപ്പോയി. പിന്നീട് 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാനാവില്ല എന്നൊരു സ്ഥിതിയിലായി. സിസേറിയൻ ചെയ്യുവാനോ നോർമൽ ഡെലിവറിക്കോ പറ്റാത്തൊരവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് 2 കിലോയിൽ കുറവാണ്, താഴെയാണ് വെയിറ്റ്. ആ അവസ്ഥയിൽ, ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ ഇവർക്ക് ആകെപ്പാടെയുള്ള ഒരു വഴി ഈശോയും അമ്മയും മാത്രമാണ്. മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചത് ഈശോയും അമ്മയോടുമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചെന്നാണ് അവരെന്നോട് ഷെയർ ചെയ്തത്. അങ്ങനെ പിന്നെ ഈ വീണ്ടും മകൾ പറഞ്ഞത് കുട്ടിക്ക് അനക്കമില്ല എന്നാണ്. വാട്ടർ ലീക്ക് ആയതുകൊണ്ടാണ് കുട്ടിക്ക് അനക്കമില്ല, മകൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇവർ പ്രാർത്ഥനയോടെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഫോട്ടോയും എടുത്താണ് ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വീണ്ടും വന്ന് പ്രാർത്ഥിച്ചത്. വീണ്ടും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ പല ദിവസം കിടന്നു, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഡോക്ടേഴ്സ് ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നൊന്നും അറിയില്ല. കുട്ടിക്ക് വളരാനുള്ള ഒരു സാധ്യതയില്ല, കാരണം വെള്ളമില്ല ഗർഭപാത്രത്തിൽ. പിന്നെ 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്താണ് ഈ മകൾ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും വീണ്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ചെയ്തത്. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണ്, ഇന്ന് തന്നെ എല്ലാം ശരിയാകുമെന്ന്. അന്ന് വരെ ഡോക്ടേഴ്സ് ഒന്നും പറയാതിരുന്നു. ഈ മകൾക്കാകെ ടെൻഷനായിരുന്നു. ഹസ്ബൻഡിനെ വിളിച്ചു, നഴ്സിനെ വിളിച്ചു, ആർക്കും ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം ശരിയാകുമെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ അന്ന് തന്നെ വൈകുന്നേരം സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും പറഞ്ഞത് കാല് താഴെയാണ്. വീണ്ടും കൂടുതലും പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് ഈശോയും അമ്മയും ഇവരുടെ കയ്യിൽ ഇടപെട്ട് സിസേറിയന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ മോളോട് പറഞ്ഞ് പോയി ആഹാരം കഴിച്ചിട്ട് വാ, ഇപ്പോൾ ഇന്ന് നടക്കില്ല, നാളെ രാവിലെ നടത്തും. അങ്ങനെയാണ് അന്ന് പോയി ആ മകള് ഒരു ആപ്പിൾ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലായിരുന്നു. പിന്നീട് വീണ്ടും ഡോക്ടേഴ്സ് തീരുമാനിച്ചു അന്ന് തന്നെ സിസേറിയൻ ചെയ്യാമെന്നും വീണ്ടും ഈ മകളെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ആ ആപ്പിൾ കഴിച്ചതിനാൽ 6 മണിക്കൂറിൻ്റെ സമയം വേണം, അതുകൊണ്ട് അങ്ങനെ അത് ക്യാൻസലായി. പിന്നീടാണ് അടുത്ത ദിവസം തന്നെ ഈ മോള് ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. ഇത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ ഇടപെടലുണ്ട്. അമ്മയുടെയും ഈശോയുടെയും ഒരു വലിയ അനുഗ്രഹവും കൃപയുമാണ് നമ്മൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അമ്മയുടെയും മകളുടെയും കണ്ണീരോടെയുള്ള പ്രാർത്ഥന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഉള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ മുകളിലുള്ള ഓരോ വെളിപ്പെടുത്തലുകൾ. അച്ഛൻ ആദ്യം പറഞ്ഞത് 9 മാസത്തിനകം നീ പ്രഗ്നൻ്റ് ആകുമെന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. അത്രയും നാൾ ഡോക്ടേഴ്സ് ഒന്നും പറയാൻ പറ്റില്ലാത്ത ആ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല, 35 ആഴ്ച കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസരയിൽ അച്ഛൻ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും എന്നതാണ്, എല്ലാം ശരിയാകും. അച്ഛൻ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രാർത്ഥനയോടെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് അച്ഛൻ നമ്മുടെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയിലേക്ക് പറയുന്നത്. അമ്മയാണ് ഈശോയോട് ചെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള ആ ഉയർച്ചയിൽ, ആസ്തിയിലും ആ ഡിപ്പോസിറ്റിലുമാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. പരിശുദ്ധ അമ്മ ഒരുപക്ഷെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടതും അച്ഛൻ്റെ ആ ആസ്തി, പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ആത്മീയ ജീവിതത്തിലുള്ള ആ ആസ്തിയിലാണ്. പിന്നെ ഈ മക്കളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ
എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. ആശ്വാസവും പ്രത്യാശയും തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കണ്ണീർ ദൈവം കാണാതെ പോകുന്നില്ല എന്ന് നമ്മുടെ ഭാവി, നമ്മുടെ അനിശ്ചിതത്വങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഭയപ്പെടാതെ നമുക്കും കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലിയ ജോസിന് കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തിന്, പ്രത്യേകിച്ചും ഈ കുഞ്ഞു മകന് കിട്ടിയ ഈ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എൻ്റെ പേര് അമൽ, ഇതെൻ്റെ അമ്മ മെർലിൻ. ഞാൻ വരുന്നത് കണ്ടക്കടവ്, ഞങ്ങളുടെ ഇടവക സെൻറ്റ് ഫ്രാൻസിസ് സേവർ ഫെറോണ ചർച്ച് കണ്ടക്കടവ്. എൻ്റെ ജോലി സംബന്ധമായ തടസ്സമായിരുന്നു, അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. 2023 കപ്പലിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ പഠിച്ച് കഴിഞ്ഞ്, എന്നിട്ട് എനിക്ക് 2024 ഞാൻ പോകാനായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്, അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് അമ്മയുടെ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ആ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. അത് വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയി ട്രൈ ചെയ്ത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എക്സാമും ആദ്യത്തെ ഇതിൽ തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് വിസ എടുക്കണം, US വിസ എടുക്കണം, കപ്പലിൽ പോകണമെങ്കിൽ US വിസ ഇപ്പോൾ എല്ലാത്തും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ US വിസക്ക് അപ്ലൈ ചെയ്ത് മെഡിക്കൽ കഴിഞ്ഞ്, US വിസക്ക് അപ്ലൈ ചെയ്ത് മെഡിക്കൽ കഴിഞ്ഞിട്ട് വിസ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേക്കും റിജക്ഷൻ വന്ന്. എന്താണെന്ന് എനിക്കറിയില്ല. അവർ ചോദിച്ചതിന് ഞാൻ ആൻസർ പറഞ്ഞ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ വളരെ നിരാശപ്പെട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ക്രൂ മാനേജർ പറഞ്ഞ് ഒന്നും കൂടി ട്രൈ ചെയ്യ്, അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ്. ഞാൻ അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ട്രൈ ചെയ്ത്, പിന്നെയും പോയി. അവർ ചോദിക്കുന്നതിന് ആൻസർ പറയുകൊണ്ട് എനിക്കറിയില്ല എന്താണ് പ്രശ്നമെന്ന്. പിന്നെയും എനിക്ക് കിട്ടിയില്ല, ഞാൻ തിരിച്ചു പോന്നു. ഞാൻ ക്രൂ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല, ഫ്രഷർ ആയതുകൊണ്ടായിരിക്കും, ഞാൻ ഇതുവരെ പോകാത്തതുകൊണ്ടായിരിക്കും റിജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞ്. പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, വിസ ഇല്ലാണ്ട് വേറെ രാജ്യത്ത് നമുക്ക് കയറിപ്പോകാം, അമേരിക്കയിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ്. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോന്ന് 1-2 മാസമായിട്ട് എനിക്ക് യാതൊരു വിളിയും വന്നില്ല. പിന്നീട് എന്നെ കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വിളിച്ച്, ഞാൻ പോയി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോയത്. അവർ പറഞ്ഞ് ചേട്ടാ ഞാൻ പോണേണ്, എനിക്ക് ജോയിനിങ് ആയി, അടുത്ത മാസം ഞാൻ പോണേണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞ് പുള്ളിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് വിസ ഇല്ലാണ്ട് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ കമ്പനി മാറിക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം പാസ് ചെയ്ത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ്. പുള്ളി പറഞ്ഞ് വിസ എടുത്താൽ നിനക്ക് പോകാം, അല്ലെങ്കിൽ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന് എൻ്റെ അമ്മ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ വന്ന്, പിന്നെ ഞാൻ ഇവിടെ വന്ന് എന്നിട്ട് അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ട്, ആർക്കാണ് ആവശ്യം അവർ വന്ന് ഉടമ്പടി എടുക്കണം, ഇപ്പം നിൻ്റെ ആവശ്യത്തിന് നീ തന്നെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് അപ്പോഴും സംശയമുണ്ട്, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, മുടങ്ങിപ്പോകൂലേ എന്നുള്ളത്. ഇല്ല, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞ് നീ എടുക്ക്, പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അവരും പറഞ്ഞ് പറ്റും മോനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് താഴ്ത്തു വന്ന് നിൽക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വന്ന് വിസക്ക് അപ്ലൈ ചെയ്തോ, ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം, ഇവർ പെട്ടെന്ന് വിസക്കുള്ള ഇത് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞ്. ഞാനങ്ങനെ ഇവിടെ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ അടുത്തും പറഞ്ഞിട്ട്, അപ്പം അമ്മ പറഞ്ഞ് പൈസയൊക്കെ റെഡിയാക്കാം, നീ അവരുടെ അടുത്ത് ബാക്കി ഡോക്യുമെൻറ്റ്സൊക്കെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ്. 3-ാം തവണ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പോയി. എന്നിട്ട് വിസക്ക് പോണതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വിസക്ക് പോയി അവിടെ ചെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എന്നെ കഴിഞ്ഞുള്ള കൂട്ടുകാർ അവിടെ പോകാൻ വേണ്ടി വന്നിരിക്കണേ. അപ്പം ഞാൻ വിസക്കാണ് പോയേക്കണം, അവർ അടുത്ത ആഴ്ച പോകാൻ നിൽക്കണേ. ഞാനവിടെ പോയി വിസക്ക് പോയി, ദൈവസഹായം, അമ്മയുടെ സഹായം, ഞാൻ വിസ പാസ്സായി. പ്രശ്നം ഉണ്ടായിരുന്നത് എൻ്റെ കമ്പനി ലെറ്ററിലാണ്, ഇവർ തന്നെ കമ്പനി ലെറ്ററിലാണ്. അത് എനിക്ക് തന്നത് ഇവർ സോഫ്റ്റ് കോപ്പി തന്നിട്ട് എൻ്റെ അടുത്ത് പ്രിൻ്റ് എടുത്താൽ മതി എന്ന് പറയും. ബാക്കി എല്ലാവർക്കും അവിടെ ഓഫീസിൽ നിന്ന് വന്നാൽ എടുത്തു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് കമ്പനിയുടെ നെയിം ഉണ്ട്. എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതിയാണ് അവർ റിജക്ഷൻ തന്നെ. എൻ്റെ റീസൺ അവർ പറയൂല, നമ്മൾ ഫൈൻഡ് ചെയ്തെടുക്കണം അത്. അങ്ങനെ എനിക്ക് വിസ പാസ്സായി. ഞാൻ ഉടനെ ക്രൂ മാനേജറിന് മെസ്സേജ് ചെയ്ത്, അപ്പോൾ പുള്ളി പറഞ്ഞ്
ഓക്കെ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്ത് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വരാൻ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി, 3 ദിവസത്തിനുള്ളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പം തന്നെ ഞാൻ പിന്നെ വിളിച്ച്, അപ്പോൾ പുള്ളി പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ അതിൻ്റെ PDF എനിക്ക് അയക്കുമെന്ന് പറഞ്ഞ്. PDF അയച്ച് ഞാൻ വിസ കളക്ഷൻ സെൻറ്ററിൽ നിന്ന് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വെസൽ മാനേജറെ വിളിച്ചിട്ടും പറഞ്ഞ് വെസൽ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്, റെഡി ഫോർ ജോയിനിങ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞ്. പക്ഷേ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഇതൊന്നുമില്ല, ഞാനാകെ വിസക്ക് വേണ്ടി വന്നേക്കണേണ്, ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നാണ് വന്നേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി, എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ പോകണമെന്ന് പറഞ്ഞ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. കാര്യം എൻ്റെ കയ്യിൽ പൈസ പോലും ഇല്ല, ഞാനാകെ വിസക്ക് പോകാൻ വേണ്ടി മാത്രം പോയേക്കണേണ്. എനിക്ക് ആരുടെ അടുത്ത് വിളിക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പിന്നെ കിട്ടിയ അവസരമാണ്, ഇനി ഞാൻ ഇത് തട്ടിക്കളഞ്ഞാൽ എനിക്ക് ഇനി പോകാൻ പറ്റില്ലെന്ന് തോന്നിയ കാരണം അങ്ങനെ പോയി. ദൈവസഹായം എനിക്കവിടെ എൻ്റെ കൂട്ടുകാർ പോകാൻ നിന്ന കൂട്ടുകാരുടെ ഡിലേ ആയിട്ട് അവർ 2 ദിവസം കൂടി അവിടെ നിന്ന് അവരെന്നെ സഹായിച്ച് പോയി. എല്ലാ ഡ്രസ്സും എല്ലാം വാങ്ങി. മെഡിക്കൽ ഒന്നും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ഇത്ര ദിവസം കഴിഞ്ഞ കാരണം ഇയർ മാറി. 24 ട്രൈ ചെയ്തിട്ട് 25 ഞാൻ പോണത്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എല്ലാം വാങ്ങി. അവർ പോയ അതേ ദിവസം മണിക്കൂർ വ്യത്യാസത്തിന് ഞാനും ഇവിടുന്ന് പനാമയിലേക്ക് പോയി. പനാമയിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ വിസ തടസ്സം വന്നപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വിചാരിച്ച് അമേരിക്കയിൽ എനിക്ക് പോകുകയേ വേണ്ടെന്ന് കരുതി. പക്ഷേ ദൈവത്തിൻ്റെ എല്ലാ സഹായം കൊണ്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് അമേരിക്കയിലാണ്. ആദ്യം ഞാൻ അമേരിക്കയിൽ ചെന്ന് എനിക്ക് വിസ ഉള്ളത് കൊണ്ട് എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റി, പുറം രാജ്യത്തെല്ലാം പോകാൻ പറ്റി. ഏകദേശം ഒരു 20 രാജ്യത്തിൽ കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ ഞാൻ പോയിട്ട് ഞാൻ വന്ന്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ ഇതെല്ലാം ചെയ്യാനായിട്ട് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ 20 ദിവസത്തിനുള്ളിലാണ് പോയത്. വിസ എല്ലാം റെഡിയാക്കി. ഞാൻ ഉടമ്പടി എടുത്ത് ജനുവരി 15-ാം തീയതിയാണ്. 15-ാം തീയതി എടുത്ത് ഫെബ്രുവരി 9-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് പനാമയിൽ ലാൻഡ് ചെയ്ത്. അപ്പോൾ എനിക്കും മനസ്സിലായത് നമ്മുടെ വിശ്വാസം കൈവിടരുത്. കാരണം ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് 10ാം ക്ലാസ് വരെ പോയി നിന്ന് വെച്ചാണ്. പള്ളിയുടെ തൊട്ട് പറ്റിയലാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലായിടത്തും ആത്മീയത ഉണ്ടായിരുന്നു. ഇടക്ക് വെച്ച് എവിടെയോ ഒരു അകൽച്ച വന്ന് അതിൽ നിന്ന് ഇങ്ങനെ മുടങ്ങിപ്പോയി. എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ അതിൽ നിന്ന് പോകാനുള്ള എല്ലാത്തിൽ നിന്നൊരു മടി ഇതൊക്കെ എല്ലാം വന്ന് പിന്നെ ഇവിടെ വന്ന അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് ഈ വിസക്ക് പോയപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ട്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഇത്തിരി ടെൻഷനുണ്ട് പറയാനായിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ എപ്പോഴും ഇവിടുത്തെ അമ്മയുടെ കാശ് രൂപം ഉണ്ടാകും. അത് കയ്യിൽ പിടിച്ചിട്ടാണ് പോകണം. അത് ഉള്ളപ്പോൾ എനിക്കെപ്പോഴും ഒരു കോൺഫിഡൻസാണ്. അതേപോലെ പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. എനിക്ക് ബാക്കി തിരികെയൊക്കെ ഒന്നും കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉള്ള കാരണം തിരി കത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥന ഞാൻ മുടക്കില്ല. രാവിലെയും വൈകിട്ടും ഞാൻ എങ്ങനെയും പ്രാർത്ഥിക്കും. പള്ളിയിൽ ഞാൻ മുടക്കൂല. ഞാൻ അവിടെ മുംബൈ പോകുമ്പോൾ നേരത്തേക്കൊന്നും പോകില്ലായിരുന്നു. പള്ളിയുടെ മുമ്പിൽ കൂടി പോയിട്ട് ഞാൻ പോകാണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വൈകിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഒപ്പിച്ച് ഞാൻ അവിടെ പോകും. അതെല്ലാം ചെയ്ത് ദൈവസഹായം അമ്മയുടെ സഹായം കാരണം ഞാൻ അങ്ങനെ പോയി. അതാണ് എൻ്റെ ഒരു സാക്ഷ്യം. പിന്നെ എൻ്റെ അമ്മ പറയും. എൻ്റെ വിശ്വാസം പിന്നെ വർദ്ധിച്ച് ഞാൻ ഇപ്പോഴും അതിന് ശേഷം ഞാൻ പ്രാർത്ഥന എൻ്റെ അടുത്ത് കൂട്ടുകാരൊക്കെ പറയും നീ എന്തിനാ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ പറയും ഇല്ല, പ്രാർത്ഥിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. കാര്യം നമ്മുടെ കാര്യം കഴിയുമ്പോൾ നമ്മൾ മാറിക്കളയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അല്ല, ദൈവത്തിനെ എന്നും സഹായം കൂടണം. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഞാനിപ്പോൾ ഞങ്ങൾ കാറിന് വന്ന വഴിക്കനായിരുന്നു പറഞ്ഞു കൊടുക്കണമായിരുന്നു. പുള്ളിക്കും അപ്പോൾ വിശ്വാസം കൂടി. ഞാനപ്പോൾ ഇവിടെ നിന്ന് പറയണ കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി ഇപ്പോൾ എന്നിട്ട് അവിടെ പോയിട്ടുണ്ട് പുതിയ ഉടമ്പടി എടുക്കാനായിട്ട്. എൻ്റെ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞ്. അപ്പോൾ കൂട്ടുകാരിക്കും ഒരു പോസിറ്റീവ് ഇതായി. അങ്ങനെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നടക്കും, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു മടിയാണ് ഇങ്ങോട്ട് എത്താനുള്ള. ഞാൻ ഇപ്പം എൻ്റെ ഈ ഒരു സാക്ഷ്യം കാരണം എൻ്റെ കൂട്ടുകാർ തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. 2024 ഉടമ്പടി എടുത്ത് എൻ്റെ മക്കൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സാമ്പത്തികമായും ആത്മീയമായും എന്നെ ഒരുപാട് ഉയർത്തി ദൈവം. പക്ഷേ എൻ്റെ മകന് എല്ലാം ഇൻ്റർവ്യൂവിലും പാസ്സായെങ്കിലും ഒരു തടസ്സമുണ്ടായിരുന്നു. അത് അവൻ്റെ ഒരു ചെറിയ കുറവുകളെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല, ദൈവത്തിനൊരു വലിയ പ്ലാനും പദ്ധതി ഉണ്ടായി. എൻ്റെ മകനെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുവാനും അതിലൂടെ മറ്റുള്ള കൂട്ടുകാർക്ക് വിശ്വാസം വരുത്തുവാനും. ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഈ 2025 എൻ്റെ കുടുംബത്തിൽ ഒരുപാട്
അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. അതിന് ഒരുപാട് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ദിവ്യബലി മുടക്കാറില്ല. അതേപോലെ എൻ്റെ മക്കളെയും ഞാൻ അങ്ങനെ വളർത്തി വന്ന്. അപ്പോൾ ഈശോയ്ക്ക് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ അകന്നു പോകുമ്പോൾ അത് അവിടെ വെച്ച് തടസ്സം കാണിച്ച് തന്ന് അത് മനസ്സിലാക്കി. അമ്മമാർ പറഞ്ഞാൽ മനസ്സിലാക്കില്ല. അപ്പോൾ ഒരു ജോലിയിലൂടെ ആ തടസ്സം മനസ്സിലാക്കി കൊടുത്തപ്പോൾ ദൈവത്തിൽ കൂടുതൽ വിശ്വാസം എൻ്റെ 2 മക്കൾക്കും തരുവാൻ സാധിച്ചു. അതിനൊരുപാട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. നമ്മൾ ഓരോ ദിവസവും ദിവ്യബലി മുടക്കരുത്. അതെപ്പോഴും എല്ലാവരും എത്ര അകലെയുള്ളവർ ആണെങ്കിലും നമ്മൾ ദിവ്യബലിയിൽ മുൻതൂക്കം കൊടുക്കുക. അപ്പം നമുക്കൊരു KSF-ൽ കൂടി നമുക്ക് കൂടിയിടുന്ന പോലെയാണ് ഓരോ ദിവ്യബലി. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ദിവ്യബലി കൂടും. അതിൻ്റെ പലിശ കിട്ടണം. KSF-ൽ കൂടിയാൽ നമുക്ക് പലിശ കിട്ടും. ഇത് ദിവ്യബലി നമ്മൾ കൂടുന്നതിൻ്റെ പലിശ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഓരോ ദിവസവും ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ 52 വയസ്സായി. ഇത്രയും കാലം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച മുതൽ ഞാൻ ദിവ്യബലി മുടക്കാറില്ല. അതിൻ്റെ അനുഗ്രഹം ഇന്ന് എൻ്റെ കുടുംബത്തിന് എന്നും ഉണ്ട്. ഒരുപാട് നന്ദി, സ്തുതി, സ്തോത്രം. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 23-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നാം ഉടമ്പടി ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ ഒരു ശാശ്വതമായ ഉറപ്പ് നമുക്ക് നൽകുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ജോസഫ് അച്ഛൻ നമ്മെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, നിങ്ങൾ അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേക തലത്തിലേക്ക് ഉയരണമെന്നാണ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിനക്ക് നടക്കേണ്ട വഴി പറഞ്ഞു തരാം, ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നെല്ലാം സങ്കീർത്തനത്തിലൂടെ 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നതാണ്. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ ഇടത്തോട്ട് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇങ്ങനെ നമ്മെ മാർഗദർശനം കാണിച്ചു തരികയും നാം നടക്കേണ്ട വഴികളും നാം ചെയ്യേണ്ട ജോലിയും നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയും എല്ലാം അവിടുന്ന് തന്നെ ക്രമീകരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒന്നും മാത്രമേ ചെയ്യാനുള്ളൂ, അവിടുത്തോടു കൂടി ആയിരിക്കുക, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നൊരു വലിയ കർത്തവ്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അമലിൻ്റെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ നെഞ്ചിൽ സമയഘടികാരം ചാർത്തിക്കൊണ്ടാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന സന്ദേശം ജോസഫ് അച്ഛന് കൈമാറിയത്. നമ്മുടെ ജീവിത ദുരന്തത്തിൽ, നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴെല്ലാം അതെല്ലാം ഒരു ദുരന്തമാണ്. അവിടെയെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എത്ര തന്നെ ലാഗ് ചെയ്തു പോയാലും ഉടമ്പടിയിലായിരിക്കുമ്പോൾ അമൽ പറയുന്നു, എനിക്ക് 20 ദിവസത്തെ സമയത്തിനുള്ളിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ആ സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് ഷിപ്പിൽ കയറി അമേരിക്കയിലേക്ക് എത്താനുള്ള വലിയ സൗഭാഗ്യമാണ് ഈ മകന് ലഭിച്ചത്. ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഈ മകന് മനസ്സിലായി, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണം. അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ ഉടമ്പടി പൂർത്തിയാവുന്നില്ല. അമലിനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച ഉടനെ തന്നെ 20 ദിവസത്തിനുള്ളിലാണ് വിസ കയ്യിൽ കിട്ടുന്നത്. നമ്മുടെ എത്ര തന്നെ ലാഗ് ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മുടെ വിശ്വസ്തതയാണ് എപ്പോഴും മാറ്റുരച്ച് നോക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അമലിന് ഒരുപാട് പേരെ സ്വാധീനിക്കുവാനും ഒരുപാട് പേരോട് ദൈവസ്നേഹം എന്താണെന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞ് സാക്ഷി നൽകുവാനായിട്ടുള്ള ഒരു വലിയ പദ്ധതി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് അമലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നവർ, അതിൽ ലാഗായിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, കരയിലും കടയിലും ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.